എല്ലാ കൂട്ടുബന്ധങ്ങളും അടിപൊളിയായിരിക്കും. ഈക്വലാണ് എന്ന് തീരുമാനിക്കുന്നിടത്താണ് വാശിയും ദേഷ്യവും ഉണ്ടാകുന്നത്. അതുകൊണ്ട് ആർക്കാണ് ഇഷ്ടം? എല്ലാം പോലെ ദുനിയാവിന് സമാധാനമില്ല, ആഖിറത്തിൽ ഒരു കൂലിയുമില്ല. അല്ലാഹു നമ്മെ രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് സംഘടനയിൽ പ്രവർത്തിച്ചിട്ട് ആഖിറം നഷ്ടപ്പെട്ടു പോകുന്ന, ദുനിയാവിന് വേണ്ടി 4 ദിവസത്തെ ദുനിയാവിന് വേണ്ടി ആഖിറം വിറ്റുപോകുന്ന ഒരു മുസ്ലിമും നമ്മുടെ മുസ്ലിം ജമാഅത്തിലോ എസ്എസിലോ എസ്എസ്എഫിലോ നമ്മുടെ കുടുംബത്തിലോ ഉണ്ടാകരുത്. അല്ലാഹുവിന്റെ പൊരുത്തം നമുക്ക് കിട്ടും. രണ്ടാമത് കുടുംബക്കാർക്ക് പരസ്പരം സന്തോഷം നൽകുക എന്നുള്ളത് വലിയ. നമ്മളൊക്കെ ഒരാളോട് പറഞ്ഞു, നമ്മൾ എന്തെങ്കിലും ഒരു വിഷയത്തിൽ ചോദിച്ച് പരസ്പരം പിണങ്ങി, എന്നിപ്പോ പോയിട്ട് നല്ല ഫോൺ വിളിച്ച് അസ്സലാമു അലൈക്കും വാഹത്തായി എത്ര കാലമായി എന്റെ ഭാഗത്തുള്ള തെറ്റുകൾ നിങ്ങൾ മാപ്പാക്കണം, നിങ്ങൾ ദുആ ആ കുടുംബത്തിന് എന്തൊരു സന്തോഷമായിരിക്കും അറിയില്ലേ. വിളിച്ച് ദുആക്കാൻ വേണ്ടി പറയും. നമുക്കൊരാൾക്ക് സന്തോഷം കൊടുക്കാൻ കഴിഞ്ഞാൽ ഒരു മുഅ്മിനിന്റെ ഏറ്റവും നല്ല ക്വാളിറ്റി എന്താണ്? ഇദ്ഖാലുസ് സുറൂരി ഫീ ഖൽബിൽ മുഅ്മിൻ. ഒരു മുഅ്മിനിന്റെ മനസ്സിലേക്ക് സന്തോഷം കൊടുക്കലാണ് ഒരു മുഅ്മിനിന്റെ ഏറ്റവും നല്ല ക്വാളിറ്റി എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി അതുകൊണ്ടാണല്ലോ പുഞ്ചിരിക്ക് സ്വതക്കയുടെ പ്രതിഫലം. എന്തായാലും പുഞ്ചിരിക്ക് സ്വതക്കന്റെ പ്രതിഫലം എന്തായിട്ട് അർത്ഥം? ഇപ്പൊ പുഞ്ചിരിക്കാൻ എന്താണ് പണി? ചിരിച്ചുകൊടുത്ത സ്വതക്ക കിട്ടിയില്ലേ, സ്വതക്ക ചെയ്ത കൂലി. അതെന്താ? മറ്റൊരാളുടെ മനസ്സിലേക്ക് സന്തോഷം നൽകുന്നു എന്ന ഒരൊറ്റ കാരണം കൊണ്ടാണ് പുഞ്ചിരിക്ക് ദാനധർമ്മത്തിന്റെ പ്രതിഫലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓഫർ ചെയ്തത്. നമ്മളൊന്ന് പുഞ്ചിരിക്കുമ്പോ അയാളുടെ മനസ്സിലേക്ക് ഒരു സന്തോഷം ഉണ്ടാവും. ആ മനുഷ്യനെ കണ്ട് ചിരിച്ചല്ലേ, അത് മറ്റൊരുത്തന്റെ മനസ്സിലേക്ക് ഒരു സന്തോഷം, ഒരു ഹാപ്പിനെസ് നമ്മളെ ഈ ചിരി കൊണ്ട് ഫീൽ ആവുന്നുണ്ട്. അതുകൊണ്ടാണ് അതിന് സ്വതക്കയുടെ പ്രതിഫലം എന്ന് പറഞ്ഞത്. അപ്പൊ ഈ കുടുംബ ബന്ധം നമ്മൾ കീപ്പ് ചെയ്യുമ്പോ നമുക്ക് കൃത്യമായി ഒരാളുടെ മനസ്സിലേക്ക് സന്തോഷം കൊടുക്കാൻ കഴിയുന്നു. സംഘടനാ പ്രവർത്തനങ്ങളോട് പരസ്പരം പിണങ്ങിയിട്ടുണ്ടായി, ഇസ്ലാമിക് എന്തൊക്കെയാണ് ചോദിച്ചിട്ട് നമുക്ക് പോവാം, ഓന്റെ മനസ്സിൽ സന്തോഷം ഉണ്ടാവും. ഓൻകിനെ നടക്കണോ, ഞാൻ ഇത്ര കാലം അഹങ്കരിച്ച് തോപ്പിച്ച് കളിക്കില്ല എന്ന് പറയുന്നത്. സന്തോഷങ്ങൾ ഒരാൾക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റിയായി മഹാന്മാർ പറഞ്ഞു. 3, മലക്കുകൾ വല്ലാതെ സന്തോഷിക്കും. അല്ലാഹുവിന്റെ അർശ് അത് കുലുങ്ങുന്ന 2 സമയത്ത്, ഒരു ത്വലാഖ് നടക്കുന്ന സമയത്തും മറ്റൊന്ന് കുടുംബബന്ധം മുറിഞ്ഞു പോകുന്ന സമയത്തും. നമ്മുടെ ബന്ധങ്ങൾ പരസ്പരം മുറിയുമ്പോ ആകാശലോകം മുഴുവൻ വളരെ വിറച്ചു പോകും, കുലുങ്ങിപ്പോകും അത്രേ നമ്മുടെ ബന്ധങ്ങൾ പരസ്പരം തകരുമ്പോ. അങ്ങനെ ഒരു തകർന്ന ബന്ധം ഒന്ന് കൂട്ടിയിണക്കിയാൽ, ഇടപെട്ട് ഒരു പിണങ്ങിയ ബന്ധങ്ങളെ പരസ്പരം ചേർത്ത് പിടിച്ചാൽ മലക്കുകൾ വല്ലാതെ സന്തോഷിക്കും. മലക്കുകൾ സന്തോഷിച്ചാൽ എന്താ ഉണ്ടാകുക? ആഖിറത്തിൽ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ആ മനുഷ്യൻ നരകത്തിലേക്കാണെങ്കിൽ മലക്കുകൾ ഭയങ്കര ഇഷ്ടപ്പെട്ട മനുഷ്യനാണ് ഞങ്ങൾക്ക്